മച്ചിയായ സ്ത്രീ 7 പ്രസവിക്കുന്നത്. ലോകം പറയും ഇല്ല, മച്ചിയാണ്. ഇവൾ ഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടവളാണ്. ഇവളുടെ ജീവിതത്തിൽ വലിയൊരു ചികിത്സയ്ക്ക് ആവശ്യമാണ്. ലോകം പറയും, എന്നാൽ വിരോധാഭാസമായി ദൈവം പറയുകയല്ല, ഇവൾ 7 പ്രസവിക്കാൻ പോകുക. ഇതാണ് ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത്. നീ നിയമത്തെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുമ്പിൽ അളക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ആ നിയമത്തെ തട്ടിത്തെറിപ്പിച്ച് ദൈവത്തിന്റെ നിയമം നിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്ത് പറയും, ഇതാണ് നിയമം, നീ ചിന്തിക്കുന്നതല്ല നിയമം, ഇതാണ് നിയമം എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രതിഭാസം. ഈ പ്രതിഭാസത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കേണ്ടത്. ഈ പ്രതിഭാസമാണ് നമ്മളെ ഭരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ ബുദ്ധി എന്തെന്ന് മനസ്സിലാക്കി തിരിക്കുന്നവനാണ് ദൈവജ്ഞാനമുള്ളവൻ എന്ന് പറയുന്നത്. ദൈവം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്, ദൈവ മനുഷ്യരോട് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ നീതി എങ്ങനെയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ്, ഇങ്ങനെ ചിന്താഗതിയുമായി നിൽക്കുന്നവനാണ് യഥാർത്ഥ ദൈവപുരുഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവം അളക്കുന്നത്. അടുത്ത കാര്യം, പുത്രസമ്പന്നനോ ക്ഷയിച്ചു പോകുന്നു. പുത്രനുണ്ട്, ആയിരക്കണക്കിന് പണമുണ്ട്, എനിക്ക് 8-10 കുഞ്ഞുങ്ങളുണ്ട്, ഇവരെല്ലാവരും എന്നെ നോക്കുമെന്ന് പറഞ്ഞ് വിധികൽപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ 10 മക്കളുണ്ടെങ്കിലും ഒരു മക്കൾ പോലും നോക്കാത്ത, 10 മക്കളുണ്ടെങ്കിലും ഒരു മക്കൾ പോലും മാതാപിതാക്കളെ നോക്കാത്ത കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം പറഞ്ഞ വാക്കുകൾ, ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നിറവേറുന്ന സമയമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ലോകം പറയുകയാണ്, ശരിയാണ്, ദൈവത്തിന്റെ നിയമം, ദൈവം നോക്കാതെ നിന്നെ നോക്കുവാൻ ഈ ലോകത്ത് പുത്രസമ്പത്ത് ഉണ്ടാകത്തില്ല. പുത്രസമ്പത്തിന് മേൽ ആശ്രയം വെച്ച് നിൽക്കുന്ന മനുഷ്യരുണ്ടെന്ന്. പിതാക്കന്മാരും മാതാക്കളും, എനിക്ക് ഇത്രമാത്രം പുത്രന്മാരുണ്ട്, ഈ പുത്രന്മാർ എൻ്റെ ജീവിതത്തിൽ വലിയ സഹായമായി തീരുമെന്ന് ഇവർ തന്നെത്താൻ അഭിമാനം കൊണ്ട് നിൽക്കുമ്പോൾ ദൈവം പറയുക, നീ പുത്രസമ്പത്തുണ്ടെങ്കിലും നീ ക്ഷയിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷങ്ങളിൽ തോന്നുന്നു കുമ്പനാടിൽ സംഭവിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ 1 വർഷം മുമ്പ് BBC വന്ന് റിപ്പോർട്ട് ചെയ്തു, 2 കോടി 1.5 കോടി മുടക്കി IPCയുടെ കൺവെൻഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം വിളിച്ചു പറയുന്ന സ്ഥലമാണ്. എന്നാൽ BBC റിപ്പോർട്ട് ചെയ്തത് വിരോധാഭാസമാണ്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനമുള്ളത് ഈ കുമ്പനാടാ. മാതാപിതാക്കൾ മക്കളില്ലാതെ മരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കുമ്പനാടാ. വൃദ്ധന്മാർ ക്ഷയിച്ചു പോകുക, അവരുടേതായ പുത്രസമ്പത്തില്ലാതെ ഈ വൃദ്ധന്മാർ ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. നോക്കണം, ഇത് മാതാപിതാക്കളുടെ കുറ്റമെന്ന് ഞാൻ പറയത്തില്ല, ഇത് പൊതുവായി ദൈവം പഠിപ്പിക്കുന്നതാ. നീ ഏതിലാണ് ഉറച്ചു വെച്ചിരിക്കുന്നത്, നിന്റെ മനസ്സ് ഉറച്ചു വെച്ചിരിക്കുന്നത് ഏതിലാണ്, അതിൽ നിന്ന് നീ നിന്റെ മനസ്സെടുത്ത് കളയണം. നിന്റെ മനസ്സെടുത്ത് കളയേണ്ടത് എവിടെയാണ്? ദൈവത്തിലാണ് നീ മനസ്സ് വെക്കേണ്ടത്. പ്രൈസ്